ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള വ്യക്തിത്വ സവിശേഷതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ആത്മവിശ്വാസം ഓരോ കാര്യത്തിലാണ്. ദാമ്പത്യത്തിനകത്താണെങ്കിലും ലക്ഷ്യം എല്ലാവരുടെയും ഒന്നാണ്, പക്ഷേ മാർഗം വ്യത്യസ്തമാണ്. പങ്കാളികളുടെ ഈ കാര്യത്തോടുള്ള ആറ്റിറ്റ്യൂഡാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ പുരുഷൻ്റെ ബലം കൂടാനായിട്ട് പങ്കാളി ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആകർഷിക്കുന്നതും ആത്മവിശ്വാസമുള്ളൊരു പുരുഷനെയാണ്. അത് ഇതിനകത്ത് മാത്രമല്ല, ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് തന്നെ പുരുഷന്മാർ 2 തരമുണ്ട്. ഒന്ന് നല്ല ആത്മവിശ്വാസമുള്ളവർ, മറ്റൊന്ന് കുറച്ചൊരു ആത്മവിശ്വാസം കുറവുള്ളവർ. ഇതിന് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ചില കാരണങ്ങളും ഉണ്ട്. ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ പുരുഷൻ്റെ സന്തോഷം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്നത് അവൻ്റെ പൗരുഷമാണ്. അതിന് കാരണമാകുന്നത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ ശരിയായ ഉൽപ്പാദനവും പ്രവർത്തനവുമാണ്. ലിംഗത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്കും പൊതുവെ ഒരു ധാരണയുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ രൂപത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു സങ്കല്പമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കിഷ്ടപ്പെട്ട പുരുഷൻ്റെ ആകർഷണം നേടുക, പ്രണയം നേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നുവെച്ചാൽ കാമപരമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ, അതാണ് അവർ രഹസ്യമായിട്ട് മോഹിക്കുന്നത്. ആദ്യത്തെ ആലിംഗനത്തിലുള്ള ഒരു തീവ്രത, പിന്നെ അതിൻ്റെ ഒരു രൂപമാറ്റം ഒക്കെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പുരുഷനെ സംബന്ധിച്ച് ഇതിനകത്ത് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുന്നത് ആരാണ്? അവരോടൊരു പ്രത്യേക ഇഷ്ടവും വിധേയത്വവും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒരു ചുംബനം മതി ഒരു പ്രത്യേക മൂഡിലേക്ക് വരാൻ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, സ്നേഹമുള്ളൊരു പങ്കാളിയെ സംബന്ധിച്ച് അവരുടെ പുരുഷനെ ഏത് രീതി വേണേലും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. എത്ര ആത്മവിശ്വാസം വേണേലും ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ട ആളിൻ്റെ സ്പർശനം പങ്കാളിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലിംഗത്തിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരാനായിട്ട് ആലിംഗന സമയത്ത് അതിൽ പെരുമാറുന്ന ചില രീതികളുണ്ട്. അപ്പോൾ ഈ സമയത്ത് ചെയ്യുന്ന ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് ഓരോരുത്തരുടെയും വൈഭവമാണ്, എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, 2 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട രീതികൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ പൗരുഷത്തോട് അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളവരുണ്ട്. അടിക്കണമെന്നുള്ള ആഗ്രഹം കൂടി വരാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൈംഗികതയിൽ പങ്കാളികൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി കറക്റ്റായി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം ദീർഘനാൾ നിലനിൽക്കും. അടുത്ത ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിനെക്കൊണ്ട് യോനിയെ പരിചയപ്പെടുത്തലാണ്. അതും സ്ത്രീ പങ്കാളിക്ക് മുൻകൈ എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരാളോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അത് പ്രകടിപ്പിക്കാൻ പറ്റും. അതിനെ പല രീതിയിലും ആശ്രയിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ മറ്റൊന്നിനോടും മറ്റാരോടും അവരുടെ ഒരു കാര്യത്തെയും കമ്പയർ ചെയ്യാതെ അംഗീകരിക്കുന്നൊരു രീതിയുണ്ടല്ലോ, അത് പുരുഷന് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കും. എന്നുവെച്ചാൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവനൊരു നെഗറ്റീവ് ഇമ്പ്രഷനോ ടെൻഷനോ തോന്നരുത്. അതാണ് അതിൻ്റെ രഹസ്യം. അതുകൊണ്ട് തന്നെ ബന്ധപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫിസിക്കലി മെൻ്റലി പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മസാജിങ്. അത് ലിംഗത്തിൽ മാത്രമല്ല, ലോവർ അബ്ഡോമൻ ഭാഗത്ത് എല്ലാം തന്നെ ചെയ്യുന്നത് നല്ലതാണ്. ഈ സമയത്തൊക്കെ തന്നെ നമ്മുടേതായിട്ടുള്ളൊരു രീതി അവിടെ പ്രകടിപ്പിക്കാം. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഫോർപ്ലേയുടെ സമയത്ത് പരീക്ഷിക്കേണ്ടതാണ്. അതെത്രത്തോളം രസകരമാക്കാം, ശരിക്കും പറഞ്ഞാൽ അതിനകത്താണ് ഇതിൻ്റെ സംതൃപ്തി ഇരിക്കുന്നത്. അതുപോലെ ഈ ക്രിയകളൊക്കെ ചെയ്യുന്ന സമയത്ത് കൈപ്പത്തി പൂർണ്ണമായും യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ പുരുഷനെ സംബന്ധിച്ച് അങ്ങനൊരു ശീലമുള്ളത് കൊണ്ട് ബ്രെയിനിൽ അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ആ രീതിയിൽ വേണം. അതുപോലെ പെൽവിക് ഫ്ലോർ മസിൽസ് പുരുഷന്മാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സർസൈസ് നിർബന്ധമായി ചെയ്യേണ്ടതാണ്. ആവശ്യത്തിന് സമയം കിട്ടാത്തതിൻ്റെ കാരണം ഇതിൻ്റെ വീക്ക്നെസ്സാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.